എന്നെ വിളിക്കുന്ന ഒട്ടുമിക്ക പേരും ചോദിക്കുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ്ങിനാണ്. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് യൂറിൻ പാസ് ചെയ്യുന്നത് കറക്റ്റാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഞാൻ ചെയ്തിട്ട് വിൻ ചെയ്തത് മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റു പല മെത്തേഡുകളും ഉണ്ടാവുമായിരിക്കാം. എനിക്ക് എൻ്റെ അനുഭവം മാത്രമേ ഉള്ളൂ പറയാൻ പറ്റുക കേട്ടോ. അതിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡയപ്പർ അങ്ങോട്ട് ഒഴിവാക്കുക. ഒരു കോംപ്രമൈസും വിചാരിക്കരുത്. വല്ല യാത്രകളിലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രം അത് ഉപയോഗിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞ് ചെറിയ യാത്രകളിലൊക്കെ അത് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനെ ആ കാര്യത്തിന് അത് ഉപയോഗിക്കാതിരിക്കുക. ആ സാധനം വീട്ടിൽ കയറ്റില്ല എന്ന് തീരുമാനിക്കുക എന്നാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യമാണ് ഇടവിട്ട് ടോയ്ലറ്റിലേക്ക് യൂറിൻ പാസ് ചെയ്യാൻ കൊണ്ടുപോവുക എന്നുള്ളത്. അതായത് 2 മണിക്കൂർ ഇടവിട്ട് യൂറിൻ പാസ് ചെയ്യാൻ കൊണ്ടുപോവുക. അത് രണ്ടാമത്തത്. മൂന്നാമത്തെ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതായത് യൂറിൻ ഇടവിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിലും കുട്ടിക്ക് ചിലപ്പോൾ റൂമിൽ ചിലപ്പോൾ ഇതേപോലെ എപ്പോഴും ചെയ്തിട്ടൊക്കെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ അവർ സോഫയിലും അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചു വെക്കും. അവർക്ക് അതൊക്കെ എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മളെ മക്കൾക്ക് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നല്ല ബുദ്ധിയും വിവരമാണ്. നമ്മൾ എന്തെങ്കിലും കാര്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും ഒക്കെയാണ് അവർക്കൊന്നും അറിയാത്തതുപോലെ തോന്നുന്നത്. അപ്പോൾ ഈ ഇടവിട്ട് ബാത്റൂമിൽ പോയതിന് ശേഷം ടോയ്ലറ്റിൽ നമ്മൾ സോഫയിലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണിച്ചുകൊണ്ട് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോവുക. അതായത് മൂത്രം ഒഴിച്ചു കഴിഞ്ഞു, പിന്നെ എന്തിനാണ് ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളൂ ഇത് ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കിട്ടും എന്നുള്ളതും പിന്നെ അത് അവിടെ ഒഴിക്കാൻ പാടില്ല എന്നുള്ളതും മനസ്സിലാവുക. അപ്പോൾ അവിടെ പോയിൻ്റ് ചെയ്യുന്നത് കുറേ കാര്യങ്ങളുണ്ട്. ഇടവിട്ട് ഒഴിക്കേണ്ട സ്ഥലം മാത്രമല്ല, എപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ടോയ്ലറ്റിലേക്കാണ് വരേണ്ടത് എന്ന ഒരു കാര്യം മനസ്സിലാവും.